സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാഷിംഗ് ആണ്. എന്താണ് ലാറവലിൻ്റെ അകത്ത് കാഷിംഗ് എന്ന് പറയുന്ന സംഭവം? ഡോക്യുമെൻറ്റേഷനിലൊക്കെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ചിലപ്പം ക്യാഷ് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. സോ അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ബാക്കിയുള്ള എല്ലാ വീഡിയോയും കാണണം. നമ്മുടെ ചാനലിൽ അറൗണ്ട് ഇപ്പോൾ ഒരു 25ഓളം വീഡിയോസ് ലാറവലിൻ്റെ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം പോയിട്ട് കണ്ട് ക്ലിയർ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാം. ഓക്കെ, സോ അതേപോലെ നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ട്രെയിനിങ് പ്രോഗ്രാമിലേക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിപ്പോൾ എന്തായാലും നോക്കാം. ദെൻ അതേപോലെ വേറൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പുറകിലേക്ക് പോയിട്ട് ചാനലിൽ പോയി കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ വീഡിയോ തൊട്ട് കണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിരുന്നു വരില്ല ചില സമയത്ത്. സോ അതുകൊണ്ട് കറക്റ്റായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ലാറവൽ പഠിച്ച് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യുക കേട്ടോ. സോ കാഷിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ടെമ്പററി സ്റ്റോറേജിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്, അല്ലെങ്കിൽ ടെമ്പററി എന്ന് പറയാൻ പറ്റില്ല, ഒരു പെർമനൻ്റ്ലി വേണമെന്നുണ്ടെങ്കിലും ആക്കാം. പക്ഷേ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതിനെ പറ്റിയിട്ടാണ് കാഷിംഗ് എന്ന് പറയുന്നത്. അതിപ്പോൾ എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ CS പഠിച്ച പിള്ളേരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിലോ അങ്ങനത്തെ കാഷിംഗ് എന്താണെന്നുള്ള കാര്യം, ക്യാഷ് മെമ്മറിയും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അതെങ്ങനെയാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യുന്നത്, നമുക്ക് ലാറവലിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വലിയ തിയററ്റിക്കൽ പാർട്ടിലേക്ക് കാഷിംഗ് എന്താണ് മറ്റേത് എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ലാറവലിൽ അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന കാര്യം എന്താണെന്നുള്ളതാണ്, എങ്ങനെയാണ് അത് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇതിന് മുന്നേ സെഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെഷൻ്റെ വീഡിയോയും ഇതും തമ്മിൽ കമ്പാരിറ്റീവ്ലി സെയിം ആണ്. ലാറവലിലെ സെഷനും ക്യാഷയും എടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളും മാനിപ്പുലേഷൻ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. സോ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ക്യാഷിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു പോകാം. ഓക്കെ, സോ നമുക്കിപ്പം ഈ പേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ പേജിൽ കാണുന്നത്, ഇതിൽ ഈ യൂസേഴ്സ് എന്ന് പറയുന്ന പേജിലേക്ക് ലിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഞാനിവിടെ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ടേബിളിൽ പോയിട്ട് എല്ലാ യൂസേഴ്സിനും എടുത്തുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ആ ക്വറി ഒന്ന് കാണാം. നമുക്ക് ആ ക്വറി കാണാൻ നിങ്ങൾക്ക് കാണാം, ലാറവലിൻ്റെ ഡീബഗ് ബാർ എന്ന് പറയുന്ന ഈ പാക്കേജ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതല്ല, ഈ ക്വറിയാണ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് 4.66 മില്ലി സെക്കൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് പോയിട്ട് എക്സിക്യൂഷൻ ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പിന്നുള്ളത് ഈ ഒരു ക്വറിയാണ്. ഈ ഒരു ക്വറി എന്ന് പറയുന്നത് നമ്മൾ ഓതൻറ്റിക്കേഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് എന്തായാലും ക്വറി റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് നമുക്ക് ഒഴിവാക്കാൻ എന്തായാലും പറ്റുന്നുമില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഈ പേജിലേക്ക് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്വറിയാണ്, അതായത് ടോട്ടൽ 2 ക്വറി റൺ ചെയ്യുന്നുണ്ട് ഈ പേജ് ലോഡാകുന്നതിന് മുന്നേ കൺട്രോളറിൽ നിന്നും. സോ ആ കൺട്രോളറിൽ നിന്നും ഈ 2 ക്വറീൻ്റെ അകത്ത് നിന്ന് നമുക്ക് തൽക്കാലത്തിന് ഇത് എല്ലാ തവണയും യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു 5 മിനിറ്റ് നേരത്തേക്കോ ഒരു 10 മിനിറ്റ് നേരത്തേക്കോ അല്ലെങ്കിൽ 1 മണിക്കൂർ, നമുക്ക് ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ യൂസേഴ്സ് ഇതിൻ്റെ അകത്തേക്ക് വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണെന്നുണ്ടെങ്കിൽ, ഈ യൂസേഴ്സിൻ്റെ പേജ് ഒരു 1000 തവണ ഒരു ദിവസം ഈ സിസ്റ്റം എടുക്കുന്ന ആൾക്കാർ, ഓപ്പറേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു 1000 തവണ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1000 തവണ ഇത് പോയിട്ട് എന്താക്കും, ഡാറ്റാബേസ് പോയിട്ട് എടുക്കും. സോ അത്രയും ടൈം കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എടുക്കുക. സോ ഇത് ഞാൻ വെറും ഒരൊറ്റ ക്വറീൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതുപോലെ തന്നെ പല തരത്തിലുള്ള ക്വറീസ് ഓരോ കൺട്രോളർ ലോഡാകുന്ന സമയത്ത് ചെയ്യുന്നുണ്ടാവും. സോ അതൊക്കെ ഒപ്റ്റിമൈസ് ചെയ്ത് പോകാന്നൊക്കെയുള്ളതാണ് മെയിൻ നല്ലൊരു ഡെവലപ്പറിൻ്റെ കഴിവെന്ന് പറയുന്നത്. സോ അതോടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുന്നത്, ഈ ഒരു ക്വറീനെ നമുക്ക് ക്യാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് വെക്കുക എന്നുള്ളതാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിളിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ എന്തായാലും ഇത് ലോഡ് ആകാൻ വേണ്ടിയിട്ട് ക്വറി പോകുന്നുണ്ട് എന്നുള്ളത്. സോ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇതാണ് എൻ്റെ ഹോം പേജിൻ്റെ കൺട്രോളർ. ഈ ഹോം പേജിൻ്റെ കൺട്രോൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. ഈ ഹോം പേജിൻ്റെ കൺട്രോൾ കണ്ടില്ലേ, യൂസർ എന്ന് പറയുന്ന മോഡലിൻ്റെ ഉള്ളിൽ വിത്ത് കൗണ്ട് ഓർഡേഴ്സിൻ്റെ കൗണ്ടും കൂടി എടുത്തിട്ട് അതിന് ട്രാഷ്ഡുള്ള ആൾക്കാരെയും അതിൻ്റെ ആക്റ്റീവ് ആയിട്ടുള്ള സ്കോപ്പിനെ വിളിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ബൈയും കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഗെറ്റ് ചെയ്തെടുക്കുന്നത്, അതിനെ ഫോർ ചെയ്യുന്നു, അത്രേ അവിടെ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഈ യൂസേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് ഈ ഡാറ്റ ഫുള്ള് പോകുന്നത്. ഓക്കെ, സോ ഇവിടെയാണ് ക്വറി റൺ ആകുന്നത്. ഈ ക്വറി റൺ ആകുന്നത് നമുക്ക് എന്താക്കണം, ക്യാഷ് ചെയ്യാണ് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫസ്റ്റ് ഇത്രയും സാധനങ്ങളെ ക്യാഷ് ഡാറ്റയിലേക്ക് എടുത്തു വെക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഹെൽപ്പർ ഫയൽ യൂസ് ചെയ്യാം. ഹെൽപ്പർ ഫംഗ്ഷൻ ക്യാഷ് പുട്ട്, അതായത് സെഷനിൽ എടുത്തു വെച്ച് അതേപോലെ തന്നെ കേട്ടോ, ക്യാഷ് പുട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക്, ക്യാഷിങ്ങിൻ്റെ ഉള്ളിൽ യൂസേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് യൂസേഴ്സ് എന്ന് പറയുന്ന ഈ വേരിയബിളിനെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഓക്കെ, സോ ഇപ്പോൾ എന്താ, ഈ യൂസേഴ്സിൻ്റെ ഡാറ്റ ഫുള്ള് ഫെച്ച് ചെയ്ത് വന്നു, ക്യാഷയിലേക്ക് ഈ യൂസേഴ്സിനെ എടുത്തു വെച്ചു, യൂസേഴ്സിനെ സെൻഡ് ചെയ്തു, അതായത് ബ്ലേഡിലേക്ക്
പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്ത് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത്. കൊറീസിൽ വന്ന് നോക്കാം. കൊറീസിൽ വന്ന് നോക്കുന്ന സമയത്ത് പിന്നെ അതേപോലെ കൊറി അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ അത് ക്യാഷ് ചെയ്യാൻ വേണ്ടി ടൈം എടുത്തിട്ടുണ്ടോ. ചിലപ്പോൾ നമുക്കൊന്നൊരു റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു മാറ്റം കണ്ടില്ല. 2.98 മില്ലി സെക്കൻഡ്സ് മൈക്രോ സെക്കൻഡ്സ് എല്ലാം എടുക്കുന്നുണ്ട് ഇത് റൺ ആവാൻ. ഈ കൊറി എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ക്യാഷയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാണ്ട് ക്യാഷയിൽ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, $users ഈക്വൽ ടു ക്യാഷ് ഗെറ്റ് എന്തെന്ന് യൂസേഴ്സ്. ഓക്കെ, സോ $users ഈക്വൽ ടു ക്യാഷ് തെറ്റി, ക്യാഷീന്നായിപ്പോയി. ക്യാഷ് ഗെറ്റ് യൂസേഴ്സിലേക്ക് എടുത്തു വെച്ചു. അതിന് നേരെ എന്താക്കും, പിന്നെ അതിന് ശേഷം അതിനെടുക്കുന്നത് ഈ ക്യാഷ് വെച്ചിട്ട് യൂസേഴ്സിനെ എടുത്ത് ഈ യൂസേഴ്സിനെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്തപ്പോഴും സാധനങ്ങൾ കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ 2 കോറി ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതെന്താ 2 കോറി റൺ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ സാധനത്തിന് എന്തെങ്കിലും ചെയ്ത് വെച്ച് ഇതിവിടെ കോഡ് അതേപോലെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോറി റൺ ചെയ്യും. സോ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാഷിങ് ചെയ്യുന്ന സമയത്ത് ഇഫ് ക്യാഷ് ഹാസ് എന്ത് യൂസേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ക്യാഷിങ്ങിൽ യൂസേഴ്സ്, ഈ ക്യാഷ് നേരുന്ന എപ്പോഴും എനിക്ക് തെറ്റിപ്പോട്ടോ, സോറി. ക്യാഷ് യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കണം, $users ഈക്വൽ ടു ക്യാഷിൽ നിന്നുള്ള യൂസേഴ്സിന് എടുത്തു കൊടുക്കണം. ഓക്കെ, കണ്ടില്ലേ, ക്യാഷിൽ ഹാസ് യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂസേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ക്യാഷ് എന്നുള്ള ഗെറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കണം. ഓക്കെ, എൽസ് ആണെങ്കിൽ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താക്കണം, യൂസേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ എന്താക്കണം, ഈ നമ്മൾ കൊറി എന്താക്കണം, റൺ ചെയ്യണം. സോ അതേപോലെ ക്യാഷിലേക്ക് എടുത്ത് വെക്കും വേണ്ടേ. സോ അതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. സോ ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ക്യാഷിൻ്റെ അകത്ത്. സോ ഇത് കണ്ടില്ലേ, സിമ്പിളായിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ക്യാഷയിൽ യൂസേഴ്സ് ഉണ്ടോ നോക്കുന്നത്, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് എന്നുള്ള യൂസേഴ്സ് എന്ന് പറയുന്ന കീനെ എടുത്തിട്ട് നമ്മൾ യൂസേഴ്സ് വേരിയബിളിലേക്ക് വെക്കുന്നു. ഇനി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറി റൺ ചെയ്തിട്ട് എന്താക്കുന്നത്, അപ്പം തന്നെ എടുത്തിട്ട് ക്യാഷിലേക്ക് എടുത്ത് വെക്കുന്നത്. സോ ഇൻ കേസ് ഇല്ലാത്ത സമയത്ത് ഒരാൾ വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ ഈ എൽസിൽ ആദ്യം കയറും. എൽസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ എൽസിലേക്ക് വരില്ല, പിന്നെ കംപ്ലീറ്റ്ലി ഇവിടെ തന്നെ ആയിരിക്കും. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം ആദ്യം. ഇപ്പോൾ നമ്മളെ ക്യാഷിൽ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് യൂസേഴ്സ് എന്ന് പറയുന്നത്. നമ്മളിവിടെ റിഫ്രഷ് ചെയ്യാൻ പോകണേ. റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടുപോകും ആ കോറി അവിടെ റൺ ചെയ്തില്ല. ഇപ്പോൾ ആ ഒരു കോറി മാത്രമേ ഉള്ളൂ ഇവിടെ, കണ്ടില്ലേ, ഈ കംപ്ലീറ്റ്ലി കോറി ഇവിടുന്ന് പോയിട്ടുണ്ട്. സോ നമ്മൾ ഇനി എത്ര റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ക്യാഷ് എന്നുള്ള സാധനങ്ങളാണ് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ യൂസേഴ്സിൻ്റെ ഇനിയിപ്പം ഒരു പുതിയ യൂസറിനെ ഇപ്പം നമ്മൾ യൂസറിനെ ഫെച്ച് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ എത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂസേഴ്സിൻ്റെ നിന്നുള്ള ഡാറ്റ ഇങ്ങനെ വന്നുകൊണ്ട് ആ ക്യാഷിൽ നിന്നുള്ള ഡാറ്റ ആയിരിക്കും വരിക. ഇനി ടേബിളിലേക്ക് പോകില്ല. ടേബിളിൽ പുതിയ ഡാറ്റ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും മൂപ്പര് നോക്കാൻ നിൽക്കില്ല. മൂപ്പർക്ക് എന്താ ക്യാഷിൽ സാധനം ഉണ്ടോ ഉണ്ടെങ്കിൽ ക്യാഷിൽ നിന്ന് എടുത്ത് കാണിക്കാം. സോ അങ്ങനെ വരുമ്പോൾ അതൊരു പ്രശ്നമല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ഡാറ്റ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അയാളെ അറിയാൻ പറ്റുക, അതായത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്താക്കുന്നത്, ഇപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടല്ലോ, നമ്മൾ പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഈ പേജ്, ഇതിൻ്റെ ആക്ഷൻ പേജിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു പരിപാടി ചെയ്യാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നേരെ എവിടെയാ സേവ് ചെയ്യുന്ന ആക്ഷൻ യൂസറിനൊക്കെ ക്രിയേറ്റ് ചെയ്ത് മെയിലൊക്കെ സെൻഡ് ചെയ്ത് അതിനൊക്കെ ശേഷം നമുക്ക് എന്താക്കാം, ഇവിടെ ക്യാഷ് ഒന്നുകൂടി വിളിക്കാം. എന്തൊരു കഷ്ടം നോക്കിയത് തെറ്റിപ്പോന്നെ. ക്യാഷ് ഫോർഗെറ്റ് എന്താണ് യൂസേഴ്സിനെ ഫോർഗെറ്റ് ചെയ്യാം. അതായത് സേവ് ചെയ്ത് വരുന്ന സമയത്ത് എന്താക്കുക, ഒന്ന് ഫോർഗെറ്റ് ചെയ്യുക, ഒന്ന് മറന്നളഞ്ഞ് വയ്ക്കുക. അപ്പോൾ ആളെന്താവും പുതിയ പോയിട്ട് എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്ന കൊടുത്ത് നോക്കുക. ഇവിടെ എല്ലാ കൊറിയൊക്കെ 2 തന്നെയുള്ളൂ, വേറെ ഒന്നും വരുന്നൊന്നുമില്ല. സോറി, 1 തന്നെയുള്ളൂ, വേറെ ഒന്നും കാണാനില്ല. സോ നമ്മൾ ന്യൂ കൊടുക്കുന്നു. ന്യൂ കൊടുത്തതിന് ശേഷം ജിഷാദ്@gmail.com, ഡേറ്റ് ഓഫ് ബർത്ത് 27/07/1991. 21 ആക്റ്റീവ് ആണ്. ദെൻ സബ്മിറ്റ് കൊടുക്കുന്നു. എന്തൊക്കെയോ ഇവിടെ മെയിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മെയിലിന് ക്യൂവും കാര്യങ്ങളും ചെയ്തില്ല. അടുത്ത ക്ലാസ് അതാണ് വരുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ യൂസർ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി വന്നു. അതിൻ്റെ അകത്ത് എന്താ, ജിഷാദ് എൻ്റെ പുതിയ ഡാറ്റ അവിടെ നിന്ന് ഫെച്ച് ചെയ്തിട്ട് വന്നു. ഇനി ഞാൻ ഇവിടെ ഇപ്പോൾ ഇതൊക്കെ ഈ പേജിലേക്ക് വന്ന സമയത്ത് കണ്ടില്ലേ, പിന്നെയും പോയി റൺ ചെയ്ത് വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി നോക്കാം എന്താ സംഭവം നടക്കുക എന്നുള്ളത്. ഈ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ആ ക്വറി നോക്കിയാൽ ഒന്നെന്നെയായി മാറി. അതായത് അത് ഓൾറെഡി ഈ പേജ് ആദ്യം ലോഡ് ചെയ്യുന്ന സമയത്ത് ക്യാഷിലേക്ക് എടുത്തു വെച്ചു. ഇനി അതെന്താക്കുന്നത്, പിന്നെ പോയി എടുക്കത്തില്ല. അപ്പോൾ അത് ക്യാഷിൽ അത് അവിടെ ഇങ്ങനെ കിടന്നോളും. ഇതുപോലെ ഇത് ലോക്കൽ ക്യാഷിംഗ് ആണ് ഇപ്പം വരുന്നത്. ഇതിനെ പോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്യാഷിംഗ് ഡ്രൈവേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാറവലിൻ്റെ
കോൺഫിഗറേഷൻ ഫയൽസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നോക്കട്ടെ, ഇവിടെ പോയി കോൺഫിഗിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു cache.php എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യട്ടെ. ഈ ക്യാഷിൻ്റെ അകത്ത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ, env എന്നുള്ള ക്യാഷ് ഡ്രൈവർ ഫയലായിട്ടാണ് ക്യാഷ് സേവ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ എവിടെയോ ഇത് കിടക്കും കേട്ടോ, ഞാൻ കാണിച്ചാൽ ഒന്ന് പോയി നോക്കട്ടെ. ആപ്പിൻ്റെ ഉള്ളിൽ പബ്ലിക്കിൻ്റെ ഉള്ളിലില്ല, ഡീബഗ് ബാറില്ല, ഫ്രെയിം വർക്ക്, ക്യാഷ്, ഡാറ്റ, ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഈ സാധനം. ഇത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, വെറുതെ ഇതിനെപ്പോൾ തുറന്നു നോക്കാൻ നിൽക്കുന്നത്. അതായത് ഈ ഫയലിൻ്റെ ഉള്ളിൽ ക്യാഷ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ യൂസേഴ്സിൻ്റെ ഡാറ്റയും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് വലിയ ഡാറ്റയൊക്കെ ക്യാഷ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ക്യാഷിങ്ങിൻ്റെ ഫയൽ ഡ്രൈവറിനെയാണ് നമ്മൾ യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഡ്രൈവേഴ്സ് വേറെ ഉണ്ട്. അതായത് APC, അറേ ആയിട്ട് ഡാറ്റാബേസിൽ നമുക്കൊരു ടേബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ക്യാഷിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ടേബിളിലേക്ക് എല്ലാ ഡാറ്റയും കൂടി ക്യാഷ് ചെയ്തിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ ഡാറ്റാബേസിൻ്റെ ഡ്രൈവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ ഇപ്പോൾ ഫയലാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് memcached എന്ന് പറഞ്ഞിട്ട് തേർഡ് പാർട്ടി ഉണ്ട്, റെഡിസ് എന്ന് പറഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ എന്താ പറയുക, MySQL PHP Laravel റൺ ആവണമെന്നുണ്ടെങ്കിൽ MySQL ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നില്ല. അതുപോലെ ഈ ക്യാഷിംഗ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഡിസും കൂടി ഇതിൻ്റെ അകത്ത് ചെയ്ത് വെക്കണം. അപ്പോൾ റെഡിസ് ജസ്റ്റ് ഒന്നുമില്ല, ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്യും, MySQL ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒരു കമാൻഡ് അടിക്കുക, റെഡിസിനെ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല അതിൻ്റെ അകത്ത്. തന്നെ അതിൻ്റെ ഡ്രൈവർ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ റെഡിസിനെ അങ്ങ് വിളിച്ച് കൊടുത്താൽ മതി. റെഡിസിൻ്റെ ആകുമ്പോൾ സമയത്ത് കുറച്ച് കോൺഫിഗറേഷൻ ലെവലിൽ ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഇതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ റെഡിസിൻ്റെ ലെവലിലേക്ക് വരുന്ന സമയത്ത് ചെയ്യാനുണ്ട്. പിന്നെ DynamoDB ഇങ്ങനത്തൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഡ്രൈവേഴ്സ് ഉണ്ട്, ക്യാഷിംഗ് ഡ്രൈവേഴ്സ് ഉണ്ട്. സോ അതെല്ലാം നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്കാണ്. അതിനെപ്പറ്റി ഒന്നും ഇപ്പം വലുതായിട്ട് ആലോചിക്കേണ്ട. ഇപ്പോൾ ഒരാൾ ക്യാഷിംഗ് എന്താണ്, Laravel എങ്ങനെയാണ് ക്യാഷിംഗ് വർക്ക് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുകളിൽ നോക്കിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നത്. സോ അതുകൊണ്ട് ഇത്രയും ഡ്രൈവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ക്യാഷ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇതാക്കാം. ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പണ്ട് സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നേ, അത് കാണാനില്ല, എന്താ പറ്റിയെന്നറിയില്ല. പണ്ട് സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യാണ്ടോ. ആർക്കെങ്കിലും ഇത് ഓൾറെഡി അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, എവിടെ പോയി സിങ്ക് അവിടെ പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല, എവിടെയോ പോയിട്ടുണ്ട്, അത് കാണാനില്ല. സോ ഇത്രേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ എന്താ ക്യാഷിങ്ങിൻ്റെത്. ഇനി അതായത് ഇത് പ്ലെയിൻ ആയിട്ടുള്ള ക്യാഷിംഗ് എന്ന് പറയുന്നത്. ഇനി വേറൊരു സംഭവം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതെനിക്ക് നല്ലത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു പാക്കേജിനെ പറ്റിയിട്ട്. അതെങ്ങനെയാണ് ഈ ക്യാഷിങ് വെച്ചിട്ടൊരു പാക്കേജ് നിങ്ങൾക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ചെയ്യുന്നതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട്. അതെന്താണെന്നുള്ള അടുത്ത വീഡിയോയിൽ പറയാം. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ബാക്കി എല്ലാ ഫ്രണ്ട്സിലേക്ക് ഒന്ന് മാക്സിമം ഒന്ന് എത്തിക്കാൻ നോക്ക്. പിന്നെ അതേപോലെ എന്താക്കുക, കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും വീഡിയോസിൻ്റെ സജഷനും കാര്യങ്ങളും ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് സജഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ട്, എന്നാൽ പിന്നെ എനിക്ക് ടോപ്പിക്ക് തിരഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, എന്നാൽ ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.